പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് അഖണ്ഡ ആരാധനയുടെ 38ാമത്തെ ദിവസമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം ശ്രവിക്കാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം എന്താണ്? അവന്റെ ആരാധന ദൈവാരാധനയല്ല, പിശാചിനോടുള്ള ആരാധനയാണ്. എന്നാൽ പിശാചിനെ ഉപേക്ഷിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ ഇഷ്ടവും നിറവേറ്റുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. തിരുമണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇന്ന് ആരാധന നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഓരോ കാര്യങ്ങളും ദൈവം പറഞ്ഞു തരും. ദൈവിക ഇഷ്ടം എന്ത് എന്ന് ദൈവം നമ്മോട് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നത്, ഈശോ തന്റെ ശിഷ്യന്മാരോട് ഒരു കാര്യത്തിന് മാത്രമാണ് യാചിച്ചത്. തന്റെ പ്രവൃത്തികൾ ചെയ്യാനല്ല, 1 മണിക്കൂർ തന്നോടൊത്ത് ഉണർന്നിരിക്കാനാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ ഉണർന്നിരിക്കണം. ദൈവസന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ ഉണർന്നിരുന്നാൽ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാം. ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടാകാം, അതും സ്വീകരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്നാൽ നമുക്കതിന് സാധിക്കുമെന്നാണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കും, ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാകും, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ കിട്ടും. നമ്മുടെ കുടുംബജീവിതം, വ്യക്തി ജീവിതം ഒക്കെ അനുഗ്രഹപ്രദമായി മാറും. പോൾ 6-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, തിരുമണിക്കൂർ ആരാധനയുടെ ഫലം ഒരു വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും ഇടവകയെയും ലോകത്തെയും സ്വാധീനിക്കുന്നതായി മാറുന്നു. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നുണ്ട്. മദർ തെരേസയുടെ കാര്യം നമുക്കറിയാം. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ആരാധന നടത്തി ദൈവഹിതം തിരിച്ചറിഞ്ഞാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ലോകത്തെ തന്നെ മാറ്റിമറിച്ചില്ലേ? ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം പേര് തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി കുടുംബത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന അനേകം സഹോദരി സഹോദരന്മാരെ ഞങ്ങൾക്കറിയാം. അവരുടെ ജീവിതങ്ങളിൽ അനുദിനം പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ അവർക്ക് ബലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഇപ്പോഴും ഇവിടെയും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സഹോദരർ എത്തിയിട്ടുണ്ട്. അവർക്ക് ബലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തിയാണ്. ഇടവകയെ, കുടുംബത്തെ, ലോകത്തെ തന്നെ മാറ്റിമറിക്കും. ദിവ്യകാരുണ്യ മിഷൻ സഭയുടെ സ്ഥാപകരായ ബഹുമാനപ്പെട്ട ആലക്കുളത്തിൽ മാത്യു അച്ഛനും ജോസഫ് പറയടത്തലച്ഛനും ദിവ്യകാരുണ്യ മിഷൻ സഭ സ്ഥാപിക്കാണ്ട് കാരണം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അങ്ങനെ ദിവ്യകാരുണ്യ ഭക്തി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദിവ്യകാരുണ്യ മിഷൻ സഭ സ്ഥാപിച്ചത്. അതിലൂടെ ഈ ദിവ്യകാരുണ്യ മിഷൻ സഭയിൽ ഇപ്പോൾ 505ഓളം വൈദികരുണ്ട്.
ആ 505 വൈദികരിലൂടെ ലോകം മുഴുവനിലും സുവിശേഷം എത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോകത്തെ മാറ്റിമറിക്കാൻ ഈ ദിവ്യകാരുണ്യത്തിന് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് അർത്ഥം നൽകാൻ ഈ ദിവ്യകാരുണ്യത്തിന് സാധിക്കുമെന്നുള്ള കാര്യം തിരിച്ചറിയട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യനാഥൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ ഈ ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം